ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ. മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ. ബഹുമാന്യനാമാചാര്യനായി വാനിലാവൻ വാഴ്കയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാൽ. ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാൽ. ദിനവും മനമേ തൽസമയം വാൻ കൃപകൾ പ്രാപിപ്പാൻ അതിദാര്യമായ കൃപാസനത്തിൻ ആന്തികത്തിൽ ചെന്നു നീ. അതിദാര്യമായ കൃപാസനത്തിൻ ആന്തികത്തിൽ ചെന്നു നീ. ബഹുദൂതരുച്ചനാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ. ബലവും ധനവും ജ്ഞാനവും സ്വീകരിപ്പാൻ യോഗ്യനെ. ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ചെയ്യുന്ന കർത്താവ് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങേപോലെ ആരുമില്ല കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ വീണ്ടെടുക്കപ്പെട്ട യഹോവയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അപ്പ. ഹല്ലേലൂയ. പ്രഭുക്കന്മാരുടെ പ്രഭു അങ്ങായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. രാജാക്കന്മാരുടെ രാജാവ് അങ്ങായിരിക്കാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ ദയക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ വീണ്ടും യഹോവയ്ക്കായി സ്തോത്രം. യഹോവ നീസി, യഹോവ ശാലോം, യഹോവ ശാലോം, യഹോവ ജൈറ, യഹോവ എബനേസർ. ഹല്ലേലൂയ. അങ്ങയുടെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒപ്പമായിരിക്കാൻ കർത്താവുന്ന സമയത്തിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. നിങ്ങൾ പാടിയതുപോലെ കർത്താവെ ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ കുരിശിൽ മരിച്ച കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ യേശുവിനെ പോലെ വേറെ ആരുള്ളൂ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശുവിനെ പോലെ നമ്മുടെ പാപങ്ങൾ കൊണ്ട് ശാപങ്ങൾ കൊണ്ട് കുരിശിൽ മരിക്കാൻ വേറെ ആരുള്ളൂ? നമ്മൾ ഓർത്ത് നോക്കുക. ആദ്യമായിട്ട് തന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി, നിങ്ങൾക്ക് രോഗങ്ങൾക്ക് പരിഹാരമായി, നിങ്ങളുടെ ശാപങ്ങൾക്ക് പരിഹാരമായി ആരെങ്കിലും കുരിശിൽ മരിച്ചിട്ടുണ്ടോ?
ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഞാനൊന്ന് പറയട്ടെ, യേശു മാത്രമാണ് നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുപ്പാൻ വേണ്ടി സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു, നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. കർത്താവിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കേൾക്കുന്ന ആരോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസമായിരിക്കും, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ വ്യാകുലപ്പെടരുത്. കർത്താവിലും കർത്താവിന്റെ വചനത്തിലും പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വശം നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് യേശുവിനെ, നമ്മുടെ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശയ്ക്ക് ഞാനും നിങ്ങളും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ പ്രത്യാശ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ദൈവത്തിന് നമ്മുടെ മരണത്തിന് അപ്പുറമാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ, വിശ്വാസം കൈവിടുന്ന മകൾക്കാൽ നമുക്ക് മുന്നോട്ട് യാത്ര തിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 25-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കാത്തിരുന്ന് ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ എന്ന് പറയുമ്പോൾ എന്നെയല്ല, കർത്താവിനെ. ഹല്ലേലൂയ. നമ്മുടെ വചനമാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വചനം വായിക്കുമ്പോഴതെല്ലാം ഞാനിങ്ങനെ എൻ്റെ പേര് പറഞ്ഞത് അങ്ങനെ വായിക്കും, അത് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വായിക്കുന്നു, എന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. എൻ്റെ കർത്താവിനെ ഞാനും വിശ്വസിക്കുന്ന ജീവിക്കുന്ന ദൈവം, എൻ്റെ യേശുവിനെ, എൻ്റെ കർത്താവിനെ, എൻ്റെ യഹോവയെ വിശ്വസിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, നിങ്ങളോട് തന്നെ പ്രവചിച്ചാട്ടെ, ഞാൻ എൻ്റെ കർത്താവിനെ കാത്തിരിക്കുക, ഞങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പകൽക്കാലം എഴുന്നേൽക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വായിൽ നിന്ന് വരട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കർത്താവിന് മഹത്വം. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവിന്റെ വചനത്തിൽ പ്രത്യാശിക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ വിധത്തിൽ ഉറച്ചിരിക്കട്ടെ എന്നാണ് കർത്താവ് നമ്മുടെ മകൾക്കാലം സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിന് മേലേറ്റെടുത്ത വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ കർത്താവിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, എൻ്റെ ഹൃദയം ഞാൻ പതറുകയില്ല എന്ന് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 31-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കും, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന് സങ്കീർത്തനക്കാരൻ വീണ്ടും നമ്മളോട് പറയുകയാണെന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കും, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും യഹോവയിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ ധൈര്യപ്പെടുവാനാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ കർത്താവിനെ വചനത്തിൽ ആശ്രയിക്കും, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കും. ഞാൻ പ്രത്യാശയുള്ളവളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കർത്താവിന്റെ വചനത്തെ കർത്താവ് പ്രത്യാശയോടായിരിക്കും, ധൈര്യപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചിരിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും പ്രതികൂല നടുവിലായിരിക്കും, നിങ്ങളെ ഭാരപ്പെടുന്നെങ്കിൽ, പ്രയാസപ്പെടുന്നെങ്കിൽ, രോഗക്കിടക്കയിലായിരിക്കുന്നെങ്കിൽ, തളർന്നു പോയിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ള കഷ്ടം ഒന്നുമില്ലെന്ന് എണ്ണാൻ മതി, നമ്മളെ എന്നെ കർത്താവ് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും ഓർക്കണം, നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു സഹിച്ച കഷ്ടം നമ്മൾ അനുഭവിക്കുന്ന എപ്പോഴും ഒരു സുബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ രോഗങ്ങൾ കടന്നു പോകുമ്പോഴേ പുറപ്പിന്റെ അവസ്ഥകളല്ല. ഹല്ലേലൂയ. വചനത്തിലൂടെ ആശ്വാസം കണ്ടെത്തണം, വചനത്തിലൂടെ സമാധാനം കണ്ടെത്തണം. ഹല്ലേലൂയ. ലോകം തരുന്ന സമാധാനമല്ല നമുക്ക് ആവശ്യം. ലോകത്തിന്റെ സമാധാനം നമ്മളെ ഒരു അല്പസമയത്തേക്കേ ഉള്ളൂ. ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനത്തിലുള്ള സമാധാനം നമ്മൾക്ക് ലഭിപ്പാൻ നമുക്ക് തന്നെ കർത്താവിന് പകൽക്കാലം താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സങ്കീർത്തനക്കാരൻ വ്യക്തമായിരുന്നു പകൽക്കാലം നമ്മുടെ സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ വചനത്തോട് സംസാരിക്കുകയാണ്. യഹോവയിൽ പ്രത്യാശപ്പെടുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശയുള്ളവരെ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ വചനത്തിൽ ഉറച്ചിരിക്കാൻ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കർത്താവ് ഉറപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭാരതത്തിൽ പ്രയാസമായിരിക്കുന്നെങ്കിൽ ഈ കർത്താവിന്റെ വചനത്തിലൂടെ നിങ്ങളുടെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിന്റെ വാക്ക് മാറാത്തവനാണ്. കർത്താവിന്റെ വാക്തത്വം ഉവ്വ് എന്നുള്ളതാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പകൽക്കാലം നമുക്ക് കർത്താവിന്റെ വചനത്തിലും
കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളുണ്ട്, അവിശ്വാസം ചിന്തകൾ വരാറുണ്ട്, അതെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ എൻ്റെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ കർത്താവിൻ്റെ തിരുവചനത്തിനായിട്ടുള്ള യാതൊരു ചിന്തകളോ വാക്കുകളോ ഹൃദയത്തിൽ വരാൻ ഇടയാക്കട്ടെ എന്ന് കർത്താവിൻ്റെ ശരീരത്തിൽ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൽ പ്രത്യാശയോടൊപ്പം എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾ കണ്ടിരിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അതിവാത്സല്യമായ സ്നേഹം നല്ല പിതാവിന്റെ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, അങ്ങയുടെ സ്വന്തം ജീവൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവിനെ പാട്ടിൽ പാടിയതുപോലെ അങ്ങേപ്പോലെ വേറെ ആരുമില്ല കർത്താവ്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു, ആ കുരിശിനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആ സ്നേഹത്താൽ കർത്താവെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നേഹത്താൽ പിടിക്കപ്പെടാതുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ പിടിക്കപ്പെടുവാനും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും കർത്താവെ അവരുടെ കരുണ കാണിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച സംഗീത പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓർപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യേണ്ട കർത്താവെ. ഹല്ലേലൂയ. അങ്ങയിൽ ധൈര്യപ്പെട്ടിരിക്കണം, വചനത്തിൽ ആശ്രയിക്കുക കർത്താവെ. പ്രത്യാശകളായിരിക്കാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവിൻ്റെ വചനവാടിയെ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടെ സകല പ്രാർത്ഥന വിഷയങ്ങളും സ്വത്വത്തിൻ്റെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഭാരപ്പെടുന്നവരാരെങ്കിലും കർത്താവെ പ്രതികൂലങ്ങൾ നടുവിൽ രോഗക്കിടക്കയിൽ കർത്താവെ പ്രതികൂലങ്ങളായിരിക്കുന്നവനെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലൂടെ അവരെ ശക്തീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒക്കെ പ്രത്യാശ വെച്ച് ധൈര്യപ്പെട്ടിരിക്കാൻ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ വീണ്ടും കർത്താവെ ലോകത്തിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ വചനം എത്തിച്ചേരാത്ത അനേക ദേശങ്ങളുണ്ട്, അവിടെയെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ വഴികൾ മുഖാന്തരം തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിലുള്ള എല്ലാ മിഷന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. ചൂടിലും തണുപ്പിൽ വേല ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ അവർ പൊതിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കർത്താവ് ലോകത്തിൻ്റെ മൂലയിൽ എത്തിച്ചേരാൻ വേണ്ടി വഴികളും മാധ്യമങ്ങളും കർത്താവെ ഓരോ വഴികളും തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ, അതിനുവേണ്ടി കായ്ത്താങ്ങൾ കൊടുക്കുവാൻ എന്നെയും എന്നെ കേൾക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ആരെങ്കിലും തലമുറ വിഷയത്തിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അതിന് ദൈവീയ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തെ അറിയുന്നവർ ദൈവത്തെ അറിയാത്ത അനേകർ കർത്താവെ ക്ലേശങ്ങളുടെ കടന്നു പോകുന്നു. അവരുടെ ദൈവീയ സമാധാനത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇന്ത്യ ദേശത്തെ കർത്താവ് വിടിവിക്കണമേ. സുവിശേഷ സ്വാതന്ത്ര്യത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം ഓരോ മൂലയിൽ എത്തിച്ച ദൈവജനത്തെ ഞങ്ങൾ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുവിശേഷ സ്വാതന്ത്ര്യമായ പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവിനെ വലിയ അധ്വാനിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഈ വീഡിയോ ആരെങ്കിലും കേൾക്കുമ്പോൾ എൻ്റെ കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ കർത്താവ് കർത്താവെ അവരുടെ ഹൃദയത്തിൽ ഹൃദയം കർത്താവിനെക്കുറിച്ച് അവന് കൊടുക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. തിരുവചന പ്രകാരമുള്ള കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് തിരുവചനപ്രകാരം കർത്താവെ യേശുവിനെ സ്വീകരിപ്പാനും തിരുവചനപ്രകാരം കർത്താവ് ജീവിപ്പാനും കർത്താവെ നീ എന്നെ കേൾക്കുന്നവരെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഒരു കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു കാണും. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്നെ വീണ്ടും കാണുവോളം നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം നമ്മളുടെ കർത്താവിനെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വം.